ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്രയും അതേപോലെ തന്നെ റിയൽ അനാലിസിസിലുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു 4x4 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പം ഇതിൻ്റെ ഫസ്റ്റ് കോളും അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് കോളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൻ്റെ നമ്മൾ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് സെക്കൻഡ് കോളം അല്ലേ. 7 × -3 -21 ആണ്. -31 × 3 93 ആണ്. -3 93 ആണ്. 56 × -3 -168 ആണ്. -74 × -3 222 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഐഡൻറ്റിക്കൽ കോളംസ് വന്നു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിനകത്ത് ഐഡൻറ്റിക്കൽ റോസ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കോളംസ് വന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിന് ഡിറ്റർമിനൻ്റ് നമുക്ക് എന്തായിരിക്കും? നമുക്ക് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഐഡൻറ്റിക്കൽ റോസ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Mn(r) എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ഓഫ് n/n മെട്രിക്സസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. n/n മെട്രിക്സസിൻ്റെ വെക്ടർ സ്പേസ് ആണ് നമുക്ക് Mn(r). U എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ സബ്സെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A11 + A22 + എക്സെട്ര + ANN = 0 എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഒരു സബ്സ്പേസ് ആയിട്ട് U എന്ന് പറയുന്ന സബ്സ്പേസ് ആയിട്ട് വരുന്നത്. ഇതെന്താണ് ശരിക്കും? നമുക്ക് ഡയഗണൽ എൻട്രീസുകളുടെ സമ്മാണ് അല്ലേ. ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ A11 A22 എക്സെട്ര ANN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ഡയഗണൽ എൻട്രീസുകളാണ് നമുക്ക് A11 A22 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡയഗണൽ എൻട്രീസുകളുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ് നമുക്ക് U എന്ന് പറയുന്ന ഈ ഒരു സബ്സെറ്റിനകത്ത് Mn(r)ൻ്റെ സബ്സെറ്റിനകത്ത് നമുക്ക് വരുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ U എന്ന് പറയുന്നത് ഈസ് എ സബ്സ്പേസ് ഓഫ് ഡയമെൻഷൻ n² - 1 ആണോ അല്ലെങ്കിൽ U സബ്സ്പേസ് ആണോ, അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഇപ്പോൾ സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, അതേപോലെ തന്നെ നമുക്ക് B എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. ഇത് രണ്ടും നമ്മൾ യുവിൽ നിന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? α(a + b) എന്തായിരിക്കണം? നമുക്ക് യുവിനകത്ത് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? U ഈസ് എ സബ്സ്പേസ് ഓഫ് എന്താണ്? V എന്ന് നമുക്ക് പറയാം അല്ലേ. U ഈസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓൾറെഡി അതിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ α(a + β) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയുടെയും ബിയുടെയും എയും ബിയും യുവിനകത്തായതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ട്രേസ് ഓഫ് എയും ട്രേസ് ഓഫ് ബിയും നമുക്ക് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്? ട്രേസ് ഓഫ് α(a + β) നമ്മൾ നോക്കുക. ട്രേസ് ഓഫ് α(a + β) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് α × ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബീറ്റ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ട്രേസ് ഓഫ് എ 0 ആണ്, ട്രേസ് ഓഫ് ബിയും 0 ആണ്, α(a + b) ആണ്, ബീറ്റ അല്ല. നമുക്ക് ബി എന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? 0 + 0 = നമുക്ക് 0 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ α(a + ബിയുടെ ട്രേസ് നമുക്ക് എന്ത് വന്നു? ബി വന്നു. അപ്പോൾ α(a + b) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രേസ് നമുക്ക് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സബ്സ്പേസ് ആണ്, U ഈസ് എ സബ്സ്പേസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ U സബ്സ്പേസ് ആണെന്ന് നമുക്ക് കിട്ടി. U സബ്സ്പേസ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഡയമെൻഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു n/n മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? n/n ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ n² പൊസിഷൻസിൽ നമുക്ക് വേരിയബിൾസ് വരുന്നുണ്ടാവും. സോ n² ആണ് ഒരു n/n മെട്രിക്സിൻ്റെ ഡയമെൻഷനായിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി അതിൽ നിന്നും നമുക്ക് ഈ ഒരു ട്രേസ്, അതായത് നമ്മുടെ ഡയഗണൽ എൻട്രീസുകളുടെ സമ്മ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ A11 + A22 + എക്സെട്ര + ANN എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ A11ന് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? A22ൻ്റെയും A33ൻ്റെയും ഒക്കെ സമ്മായിട്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ A11 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ നമുക്ക് ആ ഒരു എലമെൻറ്റിനെ ബാക്കിയുള്ള എലമെൻറ്റിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു വേരിയബിൾ നമുക്ക് ഒഴിവായിട്ട് പോയി. ഇപ്പോൾ ഒരു വേരിയബിൾ ഒഴിവായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡയമെൻഷൻ എന്ത് വന്നു? n² - 1 എന്ന് വന്നു. അപ്പോൾ ട്രേസ് = 0 ആണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ എന്തായിരിക്കും? n² - 1 ആയിരിക്കും അതിൻ്റെ ഡയമെൻഷനായിട്ട് വരുന്നുണ്ടാവുക. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഓൾറെഡി ഇതിപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണ്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് n/n മെട്രിക്സുകളുടെ ആ ഒരു വെക്ടർ സ്പേസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സബ്സ്പേസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? n² - 1 ആണ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ റാങ്ക് ഓഫ് ദ ലീനിയർ മാപ്പ് ടി ഫ്രം V3 to V4 ഡിഫൈൻഡ് ബൈ ടി ഓഫ് x1 x2 x3 എന്ന് പറയുന്നത് x1 മൈനസ് x2 x2 പ്ലസ് x3 x3 ആൻഡ് x1 പ്ലസ് x2 പ്ലസ് x3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ ഒരു മെട്രിക്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ x1 x2 x3 x4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഒരു മെട്രിക്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഇവിടെ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് x1ഉം x2 ആണുള്ളത്. അപ്പോൾ 1 -1 x3ഉം x4ഉം ഇല്ല, 0 0 വരുന്നുണ്ടാവും. ഇനി അടുത്തതിൽ നമുക്ക് x2 പ്ലസ് x3 ആണുള്ളത്. സോ x1 ഇല്ല, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 1, x ൻ്റെ കോഎഫിഷ്യൻറ്റ് 1, x4 0 ആയിരിക്കും. ഇനി x3 മാത്രമേ ഉള്ളൂ. സോ 0 0 1 0 ആയിരിക്കും. ബാക്കി നമുക്ക് x1 x2 x3 ഉണ്ട്, x4 ഇല്ല. സോ 1 1 1 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോളം നമുക്ക് എന്തായിരിക്കും? 0 ആയതുകൊണ്ട് തന്നെ റാങ്ക് 3 ആണെന്ന് നമുക്ക് പറയാം. റാങ്ക് എന്തായാലും 3 ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന് നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെയായാലും ഈ ഒരു എലമെൻസിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ കുറഞ്ഞൊരു 0 ആയിട്ട് കോളം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ 0 ആയിട്ട് റോ വരുന്ന രീതിയിലോ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചേഞ്ച് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഇവിടെ റാങ്ക് നമുക്ക് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ eigen വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്നത് അതായത് 1 1 3 1 5 1 3 1 1 എന്ന് പറയുന്ന ഈ ഒരു 3/3 മെട്രിക്സിൻ്റെ eigen വാല്യൂസ് എത്രയാണ്? -2 3 6 എന്ന് പറയുന്ന 3 എലമെൻസുകളാണ് നമുക്ക് eigen വാല്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ eigen വാല്യൂസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ എയുടെ eigen വാല്യൂസും അതേപോലെ തന്നെ എന്താണ് എ ട്രാൻസ്പോസിൻ്റെ eigen വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും eigen വാല്യൂസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എക്ക് എന്താണോ eigen വാല്യൂ വരുന്നത് അത് തന്നെയായിരിക്കും എ ട്രാൻസ്പോസിന് വരുന്നുണ്ടാവുക. സോ -2 3 6 ആയിരിക്കും എ ട്രാൻസ്പോസിൻ്റെ eigen വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് -1 0ക്കകത്ത് ഫംഗ്ഷൻ -xഉം 0 1നകത്ത് x² വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നം വരുന്നത് x = 0ലാണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടതും x = 0ലാണ്. അപ്പോൾ x = 0ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 - f of x ഉം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 + f of x ഉം ഈക്വൽ ആവണം. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? f of 0യോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 - f of x നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? -x ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 നമുക്ക് വാല്യൂ എന്ത് വരും? 0 വരുന്നുണ്ടാവും. ഇനി അടുത്ത് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 + 0ൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? x² ആണ്. അപ്പോൾ x² ആയതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് f of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = 0 ആകുന്ന സമയത്ത് നമുക്ക് ഫംഗ്ഷൻ എന്താണ്? -x ആണ്. സോ f of 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? f ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 0 എന്ന് നമുക്ക് പറയാം. x = 0ൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്? ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് 0ൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് 2 ഫംഗ്ഷൻസ് ഉണ്ട്. കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് x < 0ൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ -x ആണ് അല്ലേ? f of x എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ -x ആണ്. അപ്പോൾ f' of x എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് -1 ആയിരിക്കും. ഇനി x > 0ൽ നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് x² ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ കിട്ടുന്നത്? 2x ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അറ്റ് x = 0ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് x = 0ൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് -1 ആണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അറ്റ് x = 0 നമുക്ക് f' of x 2x ആണ്. അപ്പോൾ x = 0 ആകുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 0 വരുന്നുണ്ടാവും.
അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പോൾ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എ റേസ് ടു എക്സ് മൈനസ് ബി റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് ആദ്യം എക്സ് ടെൻഡിങ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, എ റേസ് ടു 0 1 ആയിരിക്കും, ബി റേസ് ടു 0 1 ആയിരിക്കും. അപ്പോൾ 1 - 1 0 ബൈ 0 0/0 ഫോമിലായിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ 0/0 ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോപിത്താൽ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, d/dx ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എക്സ് ലോഗ് എ ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ലോഗ് എ, അതേപോലെ തന്നെ ബി റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ബി റേസ് ടു എക്സ് ലോഗ് ബി എന്ന് കിട്ടുന്നുണ്ടാവും. ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. അപ്പോൾ ആസ് എക്സ് ടെൻഡിങ് ടു 0 എക്സ് 0യിലോട്ട് പോകുന്നതിനനുസരിച്ച് എ റേസ് ടു 0 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. കാരണം എ റേസ് ടു 0യും 1 ആണ്, ബി റേസ് ടു 0യും 1 ആണ്. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ലോഗിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ലോഗ് എ പ്ലസ് ലോഗ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് എ ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ ലോഗ് എ മൈനസ് ലോഗ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് എ ബൈ ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കൗണ്ടബിൾ സെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്നതിൽ കൗണ്ടബിൾ സെറ്റ് ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തത് സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. സീറോസും വൺസും ഉള്ള സീക്വൻസുകളുടെ കളക്ഷൻ. ഒന്നോ ഒന്നിലധികമോ എലമെൻസുകൾ, അതായത് ഒരു എലമെൻറ്റ് മാത്രമുള്ള സീക്വൻസുകളാണെങ്കിൽ നമുക്ക് കൗണ്ടബിൾ ആണ്. ഒന്നിൽ കൂടുതൽ എലമെൻസുകളുള്ള, രണ്ടിൽ കൂടുതൽ എലമെൻസുകളുള്ള സീക്വൻസുകളൊക്കെ എന്തായിരിക്കും, നമുക്ക് അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ, അതായത് രണ്ടിലധികമോ ആയിട്ടുള്ള എലമെൻസുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സീക്വൻസുകളുടെ കളക്ഷൻസും എന്തായിരിക്കും, അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് എന്താണ്, അൺകൗണ്ടബിൾ സെറ്റാണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 0 1 എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെൽ ആണ്. ഇൻ്റർവെൽ എപ്പോഴും എന്തായിരിക്കും, അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് അൺകൗണ്ടബിൾ ആയിരിക്കും. മൂന്നാമത്തത് ക്യൂ ക്രോസ് ക്യൂ ആണ്. ക്യൂ ക്രോസ് ക്യൂ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ആണ് അല്ലേ. ക്യൂ കൗണ്ടബിൾ ആണ്, എഗെയിൻ ക്യൂ കൗണ്ടബിൾ ആണ്. ഇതിന് രണ്ടിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, കൗണ്ടബിൾ പ്രൊഡക്ട്സ് ഓഫ് അല്ലെങ്കിൽ ഫൈനൈറ്റ് പ്രൊഡക്ട്സ് ഓഫ് കൗണ്ടബിൾ സെറ്റും കൗണ്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫൈനൈറ്റ് മൾട്ടിപ്പിൾ ഓഫ് കൗണ്ടബിൾ സെറ്റ് കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് എന്തായിരിക്കും, കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. ആൻഡ് ഫൈനലി കാൻഡർ സെറ്റ്, നമുക്ക് എല്ലാം അറിയാം കാൻഡർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റാണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഇതിൽ നമുക്ക് കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, ഓപ്ഷൻ സി മാത്രമാണ്. ക്യൂ ക്രോസ് ക്യൂ ആണ് കൗണ്ടബിൾ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ എൻ എന്ന് പറയുന്നത് 10⁻⁷ ഉം ബി എൻ എന്ന് പറയുന്നത് n/10⁷ ആണ്. ഇതിൽ ഏതാണ് കൺവേർജന്റ് ഏതാണ് ഡൈവേർജന്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സീക്വൻസുകൾ എ എൻ ബി എൻ എന്ന് പറഞ്ഞ രണ്ട് സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീക്വൻസിന്റെ കൺവേർജൻസ് നമുക്ക് എങ്ങനെ പറയാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കൺവേർജന്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 10⁻⁷n എന്ന് പറയുന്നത് എന്തായിരിക്കും, 0ലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ 0ലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, എ എൻ എന്ന് പറയുന്നത് കൺവേർജന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി എന്താണ് ബി എന്നിന്റെ കേസിലേക്ക് വരുമ്പോൾ, ബി എന്നിന്റെ കേസിലേക്ക് വരുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എൻ എന്ന് പറയുന്നത് n/10⁷ ആണ്. n/10⁷ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സീക്വൻസ് എന്തായിരിക്കും, ബി എൻ എന്ന് പറയുന്നത് ഡൈവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. കാരണം അതൊരു ഫൈനൈറ്റ് ലിമിറ്റിലേക്ക് നമുക്ക് പോകുന്നില്ല, അത് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ബി എൻ എന്തായിരിക്കും, ഡൈവേർജന്റ് ആയിരിക്കും. അപ്പോൾ എ എൻ കൺവേർജസും ആണ്, ബി എൻ ഡൈവേർജസും ആണ്. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് 6 ആണ്. എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓർഡർ 6 ആണ്. ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഓർഡർ 2 ആണ്. രണ്ടും നമ്മുടെ ഗ്രൂപ്പ് ജിക്ക് അകത്തുള്ള എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള മറ്റൊരു കണ്ടീഷൻ a³ b എന്ന് പറയുന്നത് ബി എനോട് ഈക്വൽ ആണെങ്കിൽ, അതായത് a³ b എന്ന് പറയുന്നത് ബി എനോട് ഈക്വൽ ആണെങ്കിൽ ഓർഡർ ഓഫ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ എ ബിയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം എ ബിയുടെ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ ബിയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്ക് ജസ്റ്റ് എ ബി സ്ക്വയർ എന്താ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എ ബി സ്ക്വയർ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എ ബി സ്ക്വയറിന് നമുക്ക് എ ബി ഇൻറ്റു എ ബി എന്നുള്ള രീതിയിൽ എ ബി എന്ന് എഴുതാം. അവിടെ എ ബി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? എ ക്യൂബ് ബിനോട് ഈക്വൽ ആണ്. അപ്പോൾ എക്ക് മാറ്റിയിട്ട് എ ബിയെ മാറ്റിയിട്ട് നമുക്ക് എ ക്യൂബ് ബി ഇൻറ്റു ബി എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ റേസ് ടു 4 ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. എ റേസ് ടു 4 ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് ബി 2 ആയതുകൊണ്ട് ബി സ്ക്വയർ ഐഡന്റിറ്റി ആയിരിക്കും. അപ്പോൾ ബി സ്ക്വയർ ഐഡന്റിറ്റി ആയതുകൊണ്ട് തന്നെ എ ബിയുടെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? എ റേസ് ടു 4 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എയുടെ ഓർഡർ എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് അടുത്ത നമുക്കൊരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ബി റേസ് ടു 6 കാണാം. അപ്പോൾ എ ബി റേസ് ടു 6 കാണുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? എ ബി റേസ് ടു 6നെ നമുക്ക് എ ബിയുടെ സ്ക്വയർ ഹോൾ ക്യൂബ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ എ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എ റേസ് ടു 4 ആണ്. അതിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു 12 നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി കിട്ടും. അപ്പോൾ ഇവിടുന്ന് 2 എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എ ബിയുടെ ഹോൾ റേസ് ടു 6 ആണ് നമുക്ക് ഐഡന്റിറ്റി ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഓർഡർ ഓഫ് എ ബി എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പ് തിയറിയിൽ തന്നെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്. ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ്? 1 2 3 2 3 1 ആണ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 1 3 2 ആണ്. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഈ ഒരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 1ലോട്ട് പോയി, ആ 1 പിന്നെ ഇങ്ങോട്ട് പോയി 2ലോട്ട് പോയി. സോ 1 2 2 3ലോട്ട് പോയി, 3 1ലോട്ട് പോയി. സോ 2 1 3 2ലോട്ട് പോയി, 2 3ലോട്ട് പോയി. അപ്പം നമുക്ക് 3 3. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വന്നു? 1 2 2 1 3 3 എന്ന് വന്നു. ഇനി ബീറ്റ ആൽഫ നമുക്ക് കാണണം. ബീറ്റ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 1 3 2 അതേപോലെ തന്നെ 2 3 1 ആണ് നമുക്ക് ബീറ്റ ആൽഫ നമുക്ക് വരുന്നുണ്ടാവുക. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ടാവും? 1 2ലോട്ട് പോയി 2 3ലോട്ട് പോയി അല്ലേ? 1 2ലോട്ട് പോയി 2 3ലോട്ട് പോയി 1 3 2 3ലോട്ട് പോയി 3 2ലോട്ട് പോയി 3 2 3 1ലോട്ട് പോയി 1 1ലോട്ട് പോയി 1 എന്ന് വരും. അപ്പോൾ ബീറ്റ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 3 2 2 3 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ ആൽഫനോട് ഈക്വൽ അല്ല. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ബീറ്റേനോടും ഈക്വൽ അല്ല അല്ലേ? അപ്പോൾ ആൽഫ ബീറ്റ നോട്ട് ഈക്വൽ ടു ബീറ്റ ആൽഫ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇതേപോലെ നമുക്ക് ആൽഫ ക്യൂബ് നമുക്ക് ചെക്ക് ചെയ്യാം. ആൽഫ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ബീറ്റയാണോ കിട്ടുന്നത് നോക്കാം. അതല്ല നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് തിയറി ആയിട്ടും റിയൽ അനാലിസിസ് ആയിട്ടും അതേപോലെ തന്നെ ലീനിയർ ഓൾജിബ്രയിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാർട്ട് വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക്